ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും വിപണി നമുക്ക് കഴിഞ്ഞൊരു വാരത്തിലെ ട്രേഡിംഗ് എങ്ങനെയായിരുന്നു നോക്കാം. ഏതായാലും കഴിഞ്ഞൊരാഴ്ച നമ്മൾ കണ്ടത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, നേരിയ തോതിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഒരു റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് നമുക്കിതിനെ കരുതാൻ സാധിക്കുന്നത്. ഒപ്പം ഭേദപ്പെട്ട അല്ലെങ്കിൽ കാര്യമായി നിരാശപ്പെടുത്തുന്ന റിസൾട്ടുകളൊക്കെ ഇല്ലാതിരുന്നത് കൂടി കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ കൈവിടാതെയുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി 50-ൽ നമ്മൾ കണ്ടത് 0.28% ഇടിവായിരുന്നു. സെൻസെക്സ് 0.32% ഇടിവ് രേഖപ്പെടുത്തി. ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ടോണിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ ഒരു സൂചികയെ കഴിഞ്ഞ വാരം മാറിയത് നിഫ്റ്റി ഓട്ടോ ആയിരുന്നു. 1% മുകളിലേക്ക് നഷ്ടം നിഫ്റ്റി ഓട്ടോ രേഖപ്പെടുത്തിയിരുന്നു. ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയും ഏകദേശം 1% അടുത്ത് നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 0.5% നഷ്ടമാണ് നിഫ്റ്റി ഐടിയും ഫാർമ സൂചികയും രേഖപ്പെടുത്തിയത്. എന്നിരുന്നാൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളിലൊക്കെയുള്ള FI നിക്ഷേപം വർദ്ധിക്കുമെന്നുള്ളൊരു വാർത്തകളെ തുടർന്ന് കൂടാതെ ടെക്നിക്കൽ സപ്പോർട്ട് ഏരിയയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന PSU ബാങ്കിങ് ഓഹരി സൂചികൾ നോക്കുമ്പോൾ മികച്ച ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചു. മാത്രമല്ല സർവകാല ഉയരം പുതിയതായിട്ട് രേഖപ്പെടുത്താനും PSU ബാങ്കിങ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ. ഏതായാലും മറ്റു കാര്യങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു വീക്കിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പല കമ്പനികളുടെയൊക്കെ ഒരു റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഭാരതി എയർടെലുണ്ട്, ടൈറ്റൻ ഉണ്ട്, കൂടാതെ പവർ ഗ്രിഡ്, അംബുജ സിമന്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അദാനി പോർട്ട്, അദാനി എൻ്റർപ്രൈസസ്, കൂടാതെ LIC, ആനന്ദ് രാജ് തുടങ്ങിയ കമ്പനികളുടെ പാദഫലങ്ങളാണ് ഈ ഒരു വാരം വരാനിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഗ്ലോബൽ മോണിറ്ററി പോളിസി കമൻസ് എന്തായാലും മാർക്കറ്റ് ഉറ്റുനോക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിലും അമേരിക്കയിലും ഒക്ടോബറിലെ വ്യാവസായിക ഉൽപ്പാദന വളർച്ച കാണിക്കുന്ന PMI കണക്കുകൾ ഇന്ന് ഏതായാലും മാർക്കറ്റ് ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും മറ്റ് മാർക്കറ്റുകളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് പുറമെ നമുക്ക് US മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കണ്ടത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ഇടിവിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടക്ക സമയത്തിൽ നമുക്ക് നിക്കിയിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം കാണുന്നുണ്ട്. മാത്രമല്ല ഷാങ്ഹായ് കോമ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഹാങ്സെങ് 0.5% നേട്ടം രേഖപ്പെടുത്തുന്നു. സുരേഷ് സാർ, ഏതായാലും ഇന്നത്തെ ഒരു വിപണിയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം ആദ്യമായിട്ട് ഇന്ത്യ വുമൺസ് വേൾഡ് കപ്പ് ഫൈനൽ വിജയിച്ചിരിക്കുകയാണ്. മാത്രമല്ല സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഒരു വിജയം നോക്കുമ്പോൾ വളരെയധികം സന്തോഷം പകരുന്നൊരു വാർത്തയാണ് എന്തായാലും ഇന്ത്യൻ ഒരു ആരാധകർക്ക് എന്തായാലും നൽകിയിരിക്കുന്നത് ഈ ഒരു ക്രിക്കറ്റ് ടീം. സാറിൻ്റെ ആദ്യം ആ ഒരു മാച്ചിനെ കുറിച്ചുള്ള ഒരു കമൻട്രി പറഞ്ഞതിന് ശേഷം നമുക്ക് ഏതായാലും വിപണിയിലോട്ട് വരാം. വിഷ്ണു, ഇന്നത്തെ സൂര്യോദയം, അതായത് ടുഡേസ് സൺറൈസ് വാസ് സംതിങ് സ്പെഷ്യൽ. അത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഇറ്റ്സ് ഗേൾ പവർ. അതായത് ഇന്ത്യാസ് ഡോട്ടേഴ്സ് മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. അതായത് എനിക്ക് തോന്നുന്നു 2005-ലും 2011-ലും ഒക്കെ നമ്മൾ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വിട്ടുപോയ ഒരു വേൾഡ് കപ്പ് ഫസ്റ്റ് ടൈം ഇന്ത്യ ജയിച്ചിരിക്കുന്നു 2025-ൽ. വളരെ പ്രൗഡ്, സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഹിസ്റ്റോറിക് മൊമെൻറ്റ് ഫോർ ഓൾ ഓഫ് എസ്. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് എന്നുള്ളത് മാത്രം, ഒരു സ്പോർട്സ് എന്നുള്ളത് മാത്രം കണ്ട ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനെ കാണുന്നതെന്നറിയോ, എന്നാണോ പാകിസ്ഥാൻ നമ്മളായിട്ട് ഒരു അറ്റാക്ക് നടത്തിയത് അന്ന് നമ്മളൊരു മറുപടി കൊടുത്തു. എങ്ങനെ? ക്രിക്കറ്റിൽ കൂടെ ഏഷ്യ കപ്പ് ജയിച്ചു. അതെ. ഇപ്പോൾ ദാ നമ്മുടെ അടുത്ത് ഗ്ലോബൽ ശക്തികൾ, എസ്പെഷ്യലി US ഒക്കെ നമ്മുടെ മേൽ ഗ്ലോബലായിട്ടുള്ള ടാരിഫ് വെച്ച് നമ്മുടെ അടുത്ത് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഒരു ഉത്തരം കൊടുത്തു. ഏതാ? വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൈറ്റിൽ വിമൻ ജയിച്ച് കാണിച്ചു കൊടുത്തു. നമ്മുടെ ഡോട്ടേഴ്സ് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നുള്ളത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളത്. അതായത് ദിസ് ഈസ് ദ ന്യൂ ഇന്ത്യ ആൻഡ് മാ തുജേ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് ഹൗസ് നമുക്ക് തുടങ്ങാം എന്നുള്ളതായിരുന്നു. എനിക്ക് രസകരമായിട്ടുള്ള കാര്യം വിഷ്ണു, ഇതിനകത്തൊക്കെ ആ ഹെഡ് കോച്ച്, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ച് അമോൽ മജുംദാർ ഇന്ത്യക്ക് കളിച്ചിട്ടേയില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒഫീഷ്യലി കളിച്ചിട്ട്, നാഷണൽ ടീമിൽ കളിച്ചിട്ടേ ഇല്ല എന്നുള്ള പ്രത്യേകതയാണെന്നുള്ള ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡുകൂടെ ഞാൻ ഇന്നലെ ഒന്ന് ആലോചിക്കുന്നത്. അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ 20 crore ലൈവ് വ്യൂവേഴ്സാണ് ആ കളി കണ്ടത്. വിച്ച് കുഡ് ബി, എനിക്ക് തോന്നുന്നു, മച്ച് മോർ ദാൻ ഇന്ത്യൻ മെൻസ് ടീമിൻ്റെ ഓസ്ട്രേലിയക്ക് എഗെയിൻസ്റ്റുള്ള ആ T20 മാച്ചിനെക്കാട്ടിലും ആൾക്കാർ ഈ ഒരു ഗെയിം കണ്ടു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് നമ്മുടെ കുട്ടികളുടെ, അതായത് വിമൻ ഡോട്ടേഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആക്ച്വലി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ട്വീറ്റാണ് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം. അതായത് അദ്ദേഹം Xൽ പോസ്റ്റ് ചെയ്തൊരു ട്വീറ്റ് ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ 1983 ഇൻസ്പയർഡ് ആൻ എൻറ്റയർ ജനറേഷൻ ടു ഡ്രീം ബിഗ് ആൻഡ് ചേസ് ദാറ്റ് ഡ്രീം. 1983 നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യമായിട്ട് വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഇംഗ്ലണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ജയിച്ചതിന് ആ വേൾഡ് കപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്നുള്ള. ടുഡേ അവർ വിമൻസ് ക്രിക്കറ്റ് ടീം ഹാസ് ഡൺ സംതിങ് ട്രൂലി സ്പെഷ്യൽ. ദേ ഹാവ് ഇൻസ്പയർഡ് countless young girls across the country to pick up a bat and ball,
take the field and that believe that they can lift that trophy one day. അവർക്ക് ആ വിശ്വാസം വന്നിരിക്കുന്നു എന്നുള്ള, അതായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പെൺകുട്ടികൾക്ക് ആ ഒരു ബിഗ് ഗെയിം, ആ സെൻട്രൽ സ്റ്റേജിൽ പോയി ഒരു കപ്പ് ലിഫ്റ്റ് ചെയ്യാനുള്ള ധൈര്യം, അതായത് വലിയൊരു മൈൻഡ് സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് കൊടുത്തതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത്. ഇത് ഓരോ പെൺകുട്ടികളുടെ പുറകിലും ഓരോ കഥയുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള കാര്യം. ഈ ഷെഫാലി വർമ്മ എന്ന് പറഞ്ഞ് ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി മുടി വെട്ടിയത് തന്നെ ആണുങ്ങളുടെ ഇടയിൽ ആരും അറിയാതെ പോയി ക്രിക്കറ്റ് കളിച്ച് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ടൂർണമെൻറ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ദീപ്തി ശർമ്മ എന്ന് പറഞ്ഞ കുട്ടി ദിവസവും 12 കിലോമീറ്റർ ട്രെയിനിൽ ട്രാവൽ ചെയ്തു. ഇന്ന് ആഗ്രയിൽ നിന്നാണ് ആ കുട്ടി. ഇന്ന് ആ കുട്ടിയുടെ പേരിൽ ആഗ്രയിൽ ഒരു റോഡ് തന്നെ ഉണ്ടെന്നുള്ള. അപ്പോൾ ഓരോന്നിൻ്റെ പുറകിലും ഓരോ എന്താ പറയുക ഒരു വലിയൊരു കഥ തന്നെ ഉണ്ടെന്നുള്ളതാണ്. BCCI ഇന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 51 കോടിയുടെ പ്രൈസ് മണിയാണ് ഈ പെൺകുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള. 2022 മുതൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള സെമി ഫൈനലിൽ ജയിച്ചപ്പോൾ തന്നെ ഇപ്പം മെന്നിനും വിമനും ഒരേ രീതിയിലാണ് പേ ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് ഈക്വൽ പേ ക്യാൻ ഡു വണ്ടേഴ്സ്. ഇതേപോലെ എല്ലാ എന്താ പറയുക ഗെയിംസും സ്പോർട്സും, അതായത് ഫുട്ബോളോ അത്ലറ്റിക്സോ ഹോക്കിയോ മറ്റുള്ള എന്ത് വേണം, ജിംനാസ്റ്റിക്സോ ബോക്സിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ എന്താ പറയുക സ്പോർട്സിൻ്റെ ആ ഒരു മിനിസ്ട്രിയൊക്കെ കൂടി ഈ ഈക്വൽ പേയും മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് എല്ലാത്തിലും നമ്മൾ എക്സൽ ചെയ്ത് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇന്നത്തെ സൺറൈസ് വളരെ സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാര്യം ഈ ക്രിക്കറ്റ് മാത്രമല്ല, ഈ ISROനെ സംബന്ധിച്ചൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോഞ്ചും കൂടെ നടന്നു എന്നുള്ളതാണ്. അതായത് ഹെവിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫ്രം ഇന്ത്യൻ സോയിൽ ആണ് നമ്മൾ സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തിരിക്കുന്നത്. CMS-03 അല്ലേ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർബിറ്റിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രയെന്നറിയാം, ആ സാറ്റലൈറ്റിൻ്റെ വെയിറ്റ് 4410 കിലോഗ്രാം, ഹെവിയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓൺ ബോർഡ് അത് ഒരു ന്യൂ ജനറേഷൻ ഒരു ഹോം ഗ്രോൺ LVM-3M5 എന്ന് പറയുന്ന, അതായത് ബാഹുബലി എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഓൺ ബോർഡാക്കി ഈ സാറ്റലൈറ്റിനെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ മിലിറ്ററി കമ്മ്യൂണിക്കേഷനാണ് ഈ സാറ്റലൈറ്റ് കൂടുതലും യൂസ് ചെയ്യണത്. ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യൻ നേവി. കുറച്ചൊരു സിവിലിയൻ യൂസിനും കൂടെ അത് വരുന്നു എന്നുള്ള. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇന്നലെ സൺഡേ നടന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഹിസ്റ്റോറിക് പ്രൗഡ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് മൊമെൻ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് കം ബാക്ക് ടു അവർ ബിസിനസ് അല്ലേ. നമുക്കിപ്പോൾ US വാൾ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് US മാർക്കറ്റ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റ് എൻഡഡ് ഹയർ, ബൂസ്റ്റഡ് ബൈ എനിക്ക് തോന്നുന്നു ആമസോണിൻ്റെയും നെറ്റ്ഫ്ലിക്സിൻ്റെയും ആ ഒരു ഏർണിങ്സ് അല്ലെങ്കിൽ റിസൾട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇതിനെ പവർ ചെയ്ത് മുന്നോട്ട് പോകണേ. ഞാൻ നോക്കുമ്പോൾ S&P 500 പ്ലസ് 0.26% അപ്പായിരുന്നു, നാസ്ഡാക്ക് പ്ലസ് 0.61% അപ്പായിരുന്നു, ഡൗ ജോൺസ് പ്ലസ് 0.09% അപ്പാണ് എന്നുള്ളത്. ഇപ്പം നമ്മൾ US നോക്കുകയാണെങ്കിൽ S&P 500 കമ്പനി ഉണ്ടല്ലോ, ആ 500 കമ്പനിയിൽ 80% കമ്പനികളുടെയും റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല Q3, നമ്മുടെ ഇവിടെ Q2 ആണെങ്കിൽ അവർക്ക് Q3 ആണ്. അവരുടെ Q3 റിസൾട്ട്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നന്നായി വന്നിരിക്കുന്നു 80% കമ്പനികളുടെയും എന്നുള്ളതാണ് ആ പ്രത്യേകത. അതായത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ടാരിഫിൻ്റെ സമയത്ത് പറഞ്ഞത്, US വിൽ ഗെറ്റ് ഇൻ ടു എ റിസഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും, അമേരിക്ക ഈസ് ഇൻ എ ബബിൾ, ടെക് ബബിൾ, മൈ ബി ബബിൾ, ഇതൊക്കെ സംഭവിക്കുമായിരിക്കും, ഇനി ഭാവിയിൽ സംഭവിക്കാം. ബട്ട് ആസ് വി സ്പീക്ക് റൈറ്റ് നൗ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ അമേരിക്കൻ എക്കണോമി, അമേരിക്കൻ കോർപ്പറേറ്റ്, അമേരിക്കൻ കമ്പനികളുടെ, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ കോൺട്രറി ടു ദ കോമൺ ബിലീഫ് അല്ലേ, എല്ലാവരും എക്സ്പെക്ട് ചെയ്തതിന് അതീതമായി തന്നെ അത് പെർഫോം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യം പറയുന്നു. വിഷ്ണു എന്തോ പറയാൻ വന്നിരുന്നു. അതായത് ഓൾറെഡി ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ബബിളിൻ്റെ ന്യൂസ്, അത് ബബിൾ കാരണം ഒരു ഓവർ വാല്യുവേഷൻ ഉണ്ട് എന്നുള്ളൊരു വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. സാറ് പറഞ്ഞ പോലെ നമ്മളത് നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യം മാത്രമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ബബിൾ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ, നമ്മളിങ്ങനെ ബബിൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വലിയ ബബിളിലേക്ക് പോകും. അതായത് നമ്മുടെ നല്ല ഒരു റിട്ടേൺ ചിലപ്പോൾ ഈ ബബിളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സേയിങ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലല്ലോ, മോർ മണി ഈസ് ലോസ്റ്റ് വെയിറ്റിംഗ് ഫോർ കറക്ഷൻ റാദർ ദാൻ ദ കറക്ഷൻ ഇറ്റ്സ്. അതായത് നമ്മൾ അങ്ങനെ ഒരു വർത്താനം പറയും. അതായത് നമ്മൾ ചില സമയത്ത് കറക്ഷൻ വരും 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 എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മാർക്കറ്റ് കയറിപ്പോകുന്നില്ലേ, ആ കയറിപ്പോകുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യണത് എന്നുള്ളത് സാധാരണ പറയാറുണ്ട് എന്നുള്ള. ബട്ട് ഇതിൻ്റെ മറ്റൊരു വശവും കൂടെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ ബെറ്റർ
സേഫ് ദാൻ നെവർ. നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ അതിലേക്ക് വരാം. വാറൻ ബഫയുടെ ഒരു സ്ട്രാറ്റജിയും കൂടെ എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസം തന്നെ, അതായത് ഈ റിസൾട്ട് ഏർണിംഗ് സീസൺസ് വരെ സീസൺ നോക്കുകയാണെങ്കിൽ S&P 500 ഈ ഒക്ടോബറിൽ മാത്രം 2.3% അപ്പ്, നാസ്ഡാക്ക് ഞാൻ നോക്കിയപ്പോൾ 4.7% അപ്പായിരുന്നു, ഡൗ 2.5% അപ്പായിരുന്നു. ഞാൻ ഫ്രൈഡേ ക്ലോസിംഗ് അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ മന്ത് ഓഫ് ഒക്ടോബർ, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ, അതാണ് ഞാനൊന്ന് പറഞ്ഞു തന്നുള്ളത്. അതായത് ഒരു ബെറ്റർ ഒക്ടോബർ ആയിരുന്നു എന്നുള്ള. പിന്നെ ബോണ്ട് ഈൽഡ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ബോണ്ട് ഈൽഡ് സ്റ്റഡി ആയിട്ട് തന്നെ, അതായത് ട്രഷറി ഈൽഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റഡി ആയിട്ട് തന്നെ കാണപ്പെടുന്നു എന്നുള്ള US 10-year ട്രഷറി ഈൽഡ് അല്ലെങ്കിൽ ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ 4.08%. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 4.11 വരെ പോയിരുന്നു എന്ന് തോന്നുന്നു, പക്ഷേ തിരിച്ച് 4.08% സെറ്റിൽ ചെയ്തു എന്നുള്ള. പിന്നെ ഈ ബ്രന്റ് ക്രൂഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ US-ഉം ചൈനയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഫ്രെയിംവർക്കല്ലോ, അതായത് ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്ത് സൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഫ്രെയിംവർക്കായി ചില റിലാക്സേഷൻസും ഈ ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് ഒക്കെ അതിനകത്ത് വന്നത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു ക്രൂഡ് ഒന്ന് സെറ്റിലായിട്ട് നിൽക്കുകയാണ്. 0.45% അപ്പായിരുന്നെങ്കിൽ പോലും $65 പെർ ബാരലിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെയാണ് നിൽക്കുന്നത്. വലിയൊരു മാസീവ് മൂവ്മെൻറ്റ് അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ ഹാൻഡ് ഓവർ ഡീറ്റെയിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു പുതിയൊരു ന്യൂസും കൂടെ വന്നേക്കുന്നു, അതായത് OPEC പ്ലസ് വീണ്ടും ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് തള്ളിവിടാൻ പോകുന്നു എന്നുള്ളതാണ്. ചെറിയ ഒരു എമൗണ്ട് ആണ് കേട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും OPEC പ്ലസ് പറയുന്നത് അവർ കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. OPEC പ്ലസ് ക്ലിയർ ആയിട്ട് പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ എന്ന് വെച്ചാൽ 2026 ഞങ്ങൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നും കൂടി പറഞ്ഞ് ഒരു ഗൈഡൻസും കൂടെ OPEC പ്ലസ് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗോൾഡിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിയർ ടു $4,000 പെർ ട്രോയ് ഔൺസിൽ തന്നെയാണ് ഗോൾഡ്. അതായത് കുറച്ചൊന്ന് 4,000 മുകളിൽ പോകുന്നു, ചെറുതായിട്ടൊന്ന് 4,000 താഴെ വരുന്നു, ആ റേഞ്ചിൽ തന്നെയാണ്. സബ്സ്റ്റാൻഷ്യൽ മൂവ്മെന്റ് അപ് സൈഡോ ഡൗൺ സൈഡോ ഇല്ല, നേട്ടമാണ് 0.2% നേരിയ നേട്ടം മാത്രം. അതിൽ പക്ഷേ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതായത് ചൈന ഒരു ഈ ഗോൾഡിന്മേലുള്ള, അതായത് ലോങ് സ്റ്റാൻഡിങ് ടാക്സ് ബ്രേക്ക് ഓൺ ഗോൾഡ് സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു ടാക്സ് ബ്രേക്ക് ചൈന ഗോൾഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൈനയിൽ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അവരുണ്ടല്ലോ, അതായത് ഷാങ്കായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ടാക്സ് ബ്രേക്ക് ചൈനീസ് ഗവൺമെൻറ് കൊടുത്തിരുന്നു. ബട്ട് അതായത് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ ഇൻഡിവിജ്വൽസ് ആവട്ടെ, ഇപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ക്രാപ്പ് ചെയ്യുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചൈനയിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഗ്ലോബലിയും അത് എഫക്റ്റ് ചെയ്യാം. രണ്ട്, ഗവൺമെൻറ്റിന്, ചൈനീസ് ഗവൺമെൻറ്റിന് കൂടുതൽ റവന്യൂ കിട്ടും. അപ്പോൾ ആ ഒരു ടാക്സ് ബ്രേക്ക് എടുത്ത് സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നു ചൈന എന്നുള്ളത് ഗോൾഡിൻ്റെ കൂടെ ഞാനൊന്ന് ജസ്റ്റ് ആഡ് ഓൺ ചെയ്തൊന്ന് പറയുന്നു എന്നുള്ളതാണ്. പിന്നെ US ഷട്ട്ഡൗൺ നമുക്കറിയാലോ, US ഷട്ട്ഡൗൺ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അല്ലേ, 32 ദിവസം കഴിഞ്ഞിരിക്കുന്നു US ഷട്ട്ഡൗൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഈ 30 ദിവസത്തിൽ നമുക്ക് CPI ഡേറ്റ അല്ലാതെ വലിയ ഡേറ്റാസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല US എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഇനിയിപ്പോൾ November 5 കഴിയുകയാണെന്ന് നോക്കിയാൽ, അതായത് ഇനി 5 ദിവസം കൂടെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ US-ൻ്റെ ചരിത്രത്തിൽ, അതായത് 35 ദിവസം പിന്നിടുകയാണെങ്കിൽ US-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഷട്ട് ഡൗൺ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതെനിക്ക് തോന്നുന്നു 35 ദിവസം ട്രംപിൻ്റെ തന്നെ ഈ ഫസ്റ്റ് റെജീം ഉണ്ടല്ലോ, ആദ്യത്തെ ടേമിലായിരുന്നു ആ ഷട്ട് ഡൗണിൻ്റെ ആ ഒരു പീരിയഡ് വന്നിരിക്കുന്നത്. അത് ക്രോസ് ചെയ്ത് പോകും. November 5 ശേഷവും ഈ ഷട്ട് ഡൗൺ പോവുകയാണെങ്കിൽ ദിസ് കുഡ് ബി ദ ലോങ്ങസ്റ്റ് ഇൻ US ഹിസ്റ്ററി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ ഫെഡറൽ എംപ്ലോയീസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് ആയ ഫെഡറൽ എംപ്ലോയീസ് 7,30,000 ഫെഡറൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുകയാണ് സാലറിയിലാണ്. അതായത് മാൻഡേറ്ററി ആയിട്ട് ഓഫീസിൽ വരണം, എന്നാൽ അവർക്ക് സാലറി ഇല്ല, സാലറി പോസ്റ്റ്പോൺഡ് ആണ് എന്നുള്ള 7,30,000 പേർക്ക്. 6,70,000 പേര് ഫർലോഡാണ്. ഫർലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് വീട്ടിലിരുന്നാൽ മതി, ഓഫീസിലേക്ക് വരണ്ട എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 4,000 ഫെഡ് എംപ്ലോയീസ് ഈസ് ഫേസിങ് ദ റിസ്ക് ഓഫ് എ ലേ ഓഫ്. 4,000 പേര് ഏതാണ്ട് ലേ ഓഫ് ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് എടുത്ത് നിൽക്കുന്നു എന്നുള്ളതും കൂടെ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഷട്ട് ഡൗൺ നമുക്കറിയാലോ, ഏതാണ്ട് പറയപ്പെടുന്നത് എക്കണോമിക് ഔട്ട്പുട്ടിൻ്റെ, US-ൻ്റെ എക്കണോമിക് ഔട്ട്പുട്ടിൻ്റെ $7 billion ഷേവ് ഓഫ് ചെയ്ത് പോയിരിക്കുന്നു എന്നുള്ള CBO റിപ്പോർട്ട് പറയുന്നത്. അതായത് അവർ വാൺ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷട്ട് ഡൗൺ 8 വീക്കിലേക്ക്, 8 ആഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ GDP-യിൽ നിന്ന്
14 ബില്യൺ പൗണ്ടാണ് പറയുന്നത്. അമേരിക്കൻ GDP യിൽ നിന്ന് 14 ബില്യൺ US മാറിപ്പോവും എന്നുള്ള രീതിയിലാണ്, അതായത് 8 ആഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് എന്ന രീതിയിൽ നോക്കുന്നത്. US ഇപ്പോഴും ഈ പറയുന്ന പോലെ ദർ ആർ നോ സബ്സ്റ്റാൻഷ്യൽ ഓർ ക്രെഡിബിൾ ഡേറ്റാസ് ദാറ്റ് വി ക്യാൻ വർക്ക് ഓൺ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടോ പൈലറ്റിൽ എങ്ങനെയാണ് ഒരു എയർക്രാഫ്റ്റ് പോകുന്നത്, അതേപോലെയാണ് ഡേറ്റ ഒന്നുമില്ലാതെ മാർക്കറ്റ് ഈസ് സ്കെയിലിംഗ് ഹയർ, റിസൾട്ട്സ് വരുന്നു, റിസൾട്ട്സിനെ ഡ്രൈവ് ചെയ്ത് 80% S&P 500 80% കമ്പനികളുടെയും റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. റിസൾട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ ഡേറ്റാസ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടിയായിരിക്കുന്നു. പിന്നെ നമ്മുടെ വിഷ്ണു പറഞ്ഞ പോലെ ഈ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഈ ബുള്ളിഷ്നെസ് പറഞ്ഞല്ലോ, അതായത് AI ബബിൾ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ മറ്റൊരു വശം പറയാം. ഈ AI എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതായത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് AI വരുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ US മാർക്കറ്റ് ഓരോ ദിവസം വളരെ സ്കെയിലിംഗ് ന്യൂ ഹൈറ്റ്സ് ആണെന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ മാഗ്നിഫിഷ്യൻറ്റ് 7 എന്ന് പറയുന്ന കമ്പനി പ്ലസ് ബ്രോഡ്കോം പ്ലസ് പലാന്റിർ ടെക്നോളജീസ് പോലെ S&P 500 ഏതാണ്ട് ഒരു 9-10 സ്റ്റോക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ തകർത്ത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്. അതൊരു AI ഡ്രിവൺ റാലി എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 1967 മുതൽ US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിയുടെ റാലി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഒരു 4% താഴെ, വേണമെങ്കിൽ ഒരു 3.3 to 3.5% കമ്പനീസാണ്. അതായത് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ്സ് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിന്നാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്രാവശ്യം അത് AI ബേസ് ചെയ്തിട്ട് ഒരു 9-10 കമ്പനികളിലാണ് നിൽക്കുന്നത് തന്നെയാണ് അതിനകത്ത് വാസ്തവമായിട്ടുള്ള കാര്യം. ബട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കാം, നമ്മുടെ ലെജൻഡറി ഇൻവെസ്റ്ററായ ഒറാക്കിൾ ഓഫ് ഒമാഹ എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന വാറൻ ബഫെ ആൻഡ് വാറൻ ബഫേസ് കമ്പനി ബെർക്ക്ഷയർ ഹാത്തവേ ഈസ് സിറ്റിംഗ് ഓൺ എ ക്യാഷ് പൈൽ ഓഫ് $382 ബില്യൺ. അതായത് അവരുടെ പോർട്ട്ഫോളിയോയിൽ അവരുടെ പല ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സും സെല്ല് ചെയ്ത് അവർ ക്യാഷ് മോപ്പപ്പ് ചെയ്യാണ്. ആലോചിക്കണം, ഒരു സൈഡിൽ US മാർക്കറ്റ് ഓരോ ദിവസവും ഓൾ ടൈം ഹൈ, ഹിസ്റ്റോറിക് ഹൈ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വാറൻ ബഫെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്ത് $382 ബില്യൺ ക്യാഷ് പൈൽ വച്ചു എന്നുള്ളതാണ്. ഈ 382 ബില്യൻ്റെ റെലവൻസ് എന്നറിയോ? ആ ബെർക്ക്ഷയർ ഹാത്തവേയുടെ ക്യാഷ് പൈൽ ഈസ് മച്ച് ബിഗർ ദാൻ GDP ഓഫ് മെനി കൺട്രീസ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൻമാർക്ക്, പോർച്ചുഗൽ, മൊറോക്കോ, യുക്രൈൻ, ന്യൂസിലൻഡ്, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, ബൾഗേറിയ, കെനിയ, ഞാനൊരു പോപ്പുലറായിട്ടുള്ള കൺട്രീസ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള എല്ലാ കൺട്രീസും ഈ പറഞ്ഞ പോലെ ഈ വാറൻ ബഫയുടെ അല്ലെങ്കിൽ ബെർക്ക്ഷയർ ഹാത്തവേയുടെ ക്യാഷ് പൈലിനേക്കാളും താഴെയാണ് പല GDP. അപ്പോൾ അത്രയും മാത്രം ഈ പറയുന്ന പോലെ ക്യാഷ് അവർ അക്യുമുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ആപ്പിൾ കമ്പനിയുടെ ക്യാഷ് റിസർവ്സിൻ്റെ ട്വൈസ് ആണ് ഈ പറയുന്ന പോലെ $382 ബില്യൺ ഈ വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. ഈ $382 ബില്യൺ $192 ബില്യൺ അവർ പാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേ പാർക്ക് ചെയ്തിരിക്കുന്നത് US ട്രഷറി ബില്ലിലാണ്. US ട്രഷറി ബില്ല് എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ബോണ്ടെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡെപ്പോസിറ്റ് ആക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിന് ഈൽഡ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു 5.4% ആണ് ഈൽഡ് കിട്ടുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ വാറൻ ബഫെ പറയുന്നത് ഒരു ഓവർ വാല്യുവേഷൻ, അതായത് വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ് മാർക്കറ്റിൽ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എലിഫൻസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ലാർജ് കമ്പനീസ് അവൈലബിൾ അറ്റ് വെരി അണ്ടർ വാല്യൂഡ് സിറ്റുവേഷൻ. മനസ്സിലായി? അതായത് ബാർഗെയിൻ ബൈ, ലാർജ് കമ്പനികൾ ബാർഗെയിൻ ബൈ കിട്ടുന്നതാണ് എലിഫൻസ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ എലിഫൻസ് എന്നാണ് പറയുന്നത്. ആ എലിഫൻസിനൊന്നും ഇപ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അങ്ങനെ ഒരു കമ്പനി, നല്ല കമ്പനി, വലിയ കമ്പനി റീസണബിൾ വാല്യുവേഷനിൽ US മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കാരണം നമ്മൾ ക്യാഷ് വരുന്നു. മാർക്കറ്റിൽ ഓവറോൾ ആയിട്ട് വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ്, കമ്പനികളുടെ വാല്യുവേഷനും സ്ട്രെച്ച്ഡ് ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കാരണം $382 ബില്യൺ ഞങ്ങൾ ക്യാഷിൽ ഇരിക്കുകയാണ്. അതിൽ $192 ബില്യൺ ട്രഷറി ബില്ലിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. അത് ഞങ്ങൾക്ക് ഏതാണ്ട് 5.4% ഒരു ഈൽഡ് ഞങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തരും. അത് എന്ന് പറയുന്നത് കൂൾ സേഫ് $20 ബില്യൺ ഓഫ് റവന്യൂ പെർ ഇയർ. ആ ഇൻട്രസ്റ്റ് മാത്രം $20 ബില്യൺ പെർ ഇയർ ട്രഷറി ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം കിട്ടുന്നു. ക്യാഷ് വെച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്.
ബാക്കിയുള്ള കാശുകളൊക്കെ എനിക്ക് തോന്നുന്നു ബാങ്ക് ഡെപ്പോസിറ്റുകളിലും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലും ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതായത് ലിക്വിഡ് ഫണ്ട്സ്, അതായത് കയ്യിൽ ക്യാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്യാഷ് എന്ന് പറയുന്നത് മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും അസറ്റും ആണെന്നുള്ള എപ്പോൾ വേണമെങ്കിലും ഒരു കറക്ഷൻ വരണമെങ്കിൽ ഡിപ്ലോയ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ വെച്ചേക്കുന്നത്. ബട്ട് ഇൻ ദ മീൻ ടൈം അവർ ഐഡിയലായിട്ട് വെച്ചിട്ടില്ല, ഒരു ഇൻട്രസ്റ്റ് ബെയറിംഗ് അല്ലെങ്കിൽ ഈൽഡ് തരുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇട്ട് വയ്ക്കുന്നു എന്നുള്ള. അപ്പോൾ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ S&P 500 ഫോർവേഡ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് എന്ന് 22 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ S&P 500 സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവർ സ്ട്രെച്ച്ഡ് ആണ്, ഓവർ വാല്യൂഡ് ആണ്. കാര്യം ഈ എനിക്ക് തോന്നുന്നു അവരുടെ ലോങ് ടേം ആവറേജ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എന്ന് പറയുന്നത് 15 PE ആണ്. S&P 500 ഫോർവേഡ് PE എന്ന് പറഞ്ഞാൽ 15 ആണ്, 15 ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 22 അതായത് മച്ച് ലാർജർ ദാൻ ദ ആവറേജ് റേറ്റ് എന്നുള്ളതാണ്. ഈ $382 ബില്യൺ ഇവരുടെ വാർ ചെസ്റ്റിൽ ഇരിക്കുകയാണല്ലോ, വാറൻ ബഫേയുടെയും ബെർക്ക്ഷയർ ഹാത്തവേയും. ആ പൈസ ഉപയോഗിച്ച് ഇപ്പോൾ എന്തെല്ലാം മേടിക്കാമെന്നറിയോ? കമ്പൈൻഡ് ആയിട്ട് 3 കമ്പനി മേടിക്കാം. ഏതൊക്കെ കമ്പനി മേടിക്കാം? ഫെഡെക്സ്, ഫെഡറൽ എക്സ്പ്രസ്, ഏതാ നമ്മുടെ ഈ കൊറിയർ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കമ്പനി ഫെഡെക്സ് മേടിക്കാം. ജനറൽ മോട്ടോഴ്സ് മേടിക്കാം. ജനറൽ മോട്ടോഴ്സ് ഏതാ? GM പ്ലസ് ബോയിങ്. ഈ 3 കമ്പനിയും കൂടെ കമ്പൈൻ ചെയ്ത്, ബോയിങ് ഇല്ലേ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ, ഈ എയറോസ്പേസ് എയർക്രാഫ്റ്റ് കമ്പനി, ഈ 3 കൂടെ ഏതൊക്കെ? ഫെഡെക്സ്, ബോയിങ്, ജനറൽ മോട്ടോഴ്സും കൂടെ മേടിക്കാനുള്ള കാശ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ള. അത് മേടിച്ചു കഴിഞ്ഞാലും ബാക്കി കുറച്ച് ലെഫ്റ്റ് ഓവർ മണി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ട്രെൻഡ് നമ്മൾ ബെർക്ക്ഷയർ ഹാത്തവേ അല്ലെങ്കിൽ വാറൻ ബഫേയിൽ കണ്ടത് എപ്പോഴാണെന്നറിയോ? 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന് ജസ്റ്റ് മുമ്പായിട്ടാണ് ഇത്രയും ക്യാഷിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ഡിബേറ്റ് തന്നെ പലയിടത്തും ഉണ്ട്. അതായത് വാറൻ ബഫേ 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് പോലെ അല്ലെങ്കിൽ 2000 .com ബബിൾ പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബബിൾ US മാർക്കറ്റിൽ സംഭവിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. വാറൻ ബഫേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, അത് വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ്, ഓവർ സ്ട്രെച്ച്ഡ് ആണ്, ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ത്? അദ്ദേഹം കാര്യങ്ങളെ കുറ്റമല്ല പറയണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ പൈസയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് വാല്യുവേഷൻ ബബിൾ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ? ഇല്ലെങ്കിൽ വാല്യുവേഷൻ ബബിൾ അല്ല എന്ന് ഇതൊന്നും ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ പൈസയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ യു സ്റ്റേ ഇൻ ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് നിങ്ങൾ സ്വരൂപിച്ച് വയ്ക്കുക, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും വരെ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇത് ആ എത്തിക്സ്, ഡിസിപ്ലിൻ, ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, മെച്യൂരിറ്റി ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂസിൽ നമ്മൾ കേട്ട് പഠിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ വിറ്റ് മാറണോ എന്നുള്ളതല്ല. നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ വക ബബിളും ആ വക കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒക്ടോബർ 2024 മുതൽ ഇന്നേ വരയ്ക്കും മാർക്കറ്റ് പുതിയ ഹൈ അടിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ വി ആർ ഡൗൺ ബൈ അറൌണ്ട് 4 to 5% ഫ്രം 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ ആ ഇൻഡെക്സ് മാത്രം നോക്കി നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എന്തോരു ഓപ്പർച്യൂണിറ്റി പോയത്. 100-ൽ പരം കമ്പനികൾ ലാസ്റ്റ് ഒരു കൊല്ലം 50% കൂടുതൽ റിട്ടേൺ തന്നു, അല്ലേ? നമ്മൾ പലതും സ്പോട്ട്ലൈറ്റിൽ തന്നെ പറഞ്ഞ സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ സ്റ്റോക്ക് ഐഡിയ ആയിട്ട് പറഞ്ഞതല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റോറി മെൻഷൻ ചെയ്ത്, ബിസിനസ് മോഡൽ മെൻഷൻ ചെയ്തു. മാർച്ചിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒത്തിരി കമ്പനികളിൽ വലിയ രീതിയിൽ സാർ പറഞ്ഞ പോലെ 50% മുകളിലേക്ക് റിട്ടേൺ ലഭിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഈ പറയുന്ന പോലെ മണി നമ്മൾ എന്തിനാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാനല്ല. നമ്മൾ പൈസ വയ്ക്കുന്നത് നമ്മുടെ പൈസയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. നമുക്കിത് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ക്യാഷിലാണ്, കാര്യം ചിലപ്പോൾ AI ബബിൾ ബ്രേക്ക് ചെയ്യും, ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പോവുക. ഇപ്പോൾ വാറൻ ബഫേ നോക്കുന്നത് എന്താ? എലിഫൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് കാറ്റഗറിയാണ്. അതിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റി ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല, അദ്ദേഹം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു റിയൽ എസ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ആ സ്ഥലം ഒരു വാല്യൂ ബൈ ആണോ നോക്കുക. നമ്മുടെ പൈസയ്ക്ക് അത് വാല്യൂ ആണെങ്കിൽ നമ്മൾ മേടിക്കുക. നമ്മൾ ഈ എറണാകുളം സിറ്റിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു പാഠമാണ്. പക്ഷേ നിങ്ങളുടെ കൺവിക്ഷൻ, നിങ്ങളുടെ പ്ലസും മൈനസും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അതായത് നമ്മൾ എന്നും കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ പൈസ, നമ്മുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈലും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ സ്വഭാവം, ചിലവർ ഭയങ്കര റിസ്ക് ടേക്കേഴ്സ് ആയിരിക്കും, ചിലവർ ഭയങ്കര കൺസർവേറ്റീവ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റുള്ളവരെ കേട്ട്, ഇപ്പം എന്നെ പോലും കേട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. നിങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ചും വീക്കിനനുസരിച്ചും മാത്രം നിങ്ങൾ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയും നിങ്ങൾ ക്വാണ്ടിഫൈ ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ചെറിയൊരു മെസ്സേജ് തരണമെന്നേ ഉള്ളൂ. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ GST നമ്പേഴ്സ് വളരെ ക്ലാസ് ആയിരുന്നു. 1.96 lakh crore. അത് എനിക്ക് തോന്നുന്നു ഫെസ്റ്റീവ് സീസണിൻ്റെ ആ ഒരു പുഷായിരുന്നു എന്ന് തോന്നുന്നു നല്ല ഒരു നമ്പർ വന്നതെന്നുള്ള. ഇപ്പം നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ പതുക്കെ FIIസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഗ്രാജുവലി 84% ആയി.
അതായത് മാർക്കറ്റ് എവിടെ നിന്നാണ് തിരിച്ചു കയറിയെന്ന് അറിയാലോ, 94% അവർ ഷോർട്ടായിരുന്നപ്പോഴാണ്. അതായത് ടു മച്ച് ഓഫ് നെഗറ്റീവ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്സ് എന്നാണ്. ഇപ്പോൾ ഷോർട്ട് ബിൽഡപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ടില്ല, എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തേനേക്കാളും കൂടി ഒരു 84% ആയി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇന്ന് മാർക്കറ്റ് മൈൽഡായിട്ട് നെഗറ്റീവിൽ ഓപ്പൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യം ആണ് എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസും കോംപ്ലൈസൻസിയും ഒന്ന് നശിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും പറയില്ല. ഈ 20 DMA ഉണ്ടല്ലോ, അതായത് 25,527 ലെവല് പ്രൊട്ടക്ട് ചെയ്യുന്നിടത്തോളം കാലം ആ ബുള്ളിഷ്, അതായത് ആ ബുൾസ് എപ്പോഴും ഒരു വിശ്വാസം കീപ്പ് ചെയ്യും നമുക്ക് പുതിയ ഹൈയിലേക്ക് പോവാം എന്നുള്ളത്. അപ്പോൾ ആ ലെവൽ ഒരു സാക്രോസാൻ ലെവലായിട്ട് ഒന്ന് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നിഫ്റ്റിയിലെ 500 കമ്പനിയിൽ 214 കമ്പനികളും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. ആ റിസൾട്ട് മോശമില്ലാത്തായിരുന്നു എന്നാണ് പ്രത്യേകത. നമ്മൾ വിചാരിച്ച പോലെ വേഴ്സ് ആയില്ല, എന്നാൽ വലിയ രീതിയിൽ പോസിറ്റീവും അല്ല, ഇവിടെ ഭേദപ്പെട്ട നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെ ഒന്ന് സർപ്രൈസ് ചെയ്തില്ലെങ്കിൽ പോലും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. ഈ 214 കമ്പനി ഔട്ട് ഓഫ് 500 നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്ത് ഏതാണ്ട് 5% ഇയർ ഓൺ ഇയർ ആണ്. എന്നാൽ പാറ്റ് 15% ഗ്രോ ചെയ്തു എന്നുള്ള, അതായത് റവന്യൂ കുറയുമ്പോഴും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നമുക്ക് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നില്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറഞ്ഞു, ഇൻഫ്ലേഷൻ കുറഞ്ഞു, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, അതായത് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഹാസ് കം ഡൗൺ. റവന്യൂ ഇൻക്രീസ് അധികം വന്നില്ലെങ്കിലും അതിനേക്കാട്ടിലും 3 times ഇൻക്രീസ് പ്രോഫിറ്റിൽ വന്നു എന്നുള്ളതാണ്. BFSI കമ്പനി എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ BFSI മാറ്റിവെച്ചത് നോക്കുകയാണെങ്കിൽ നോൺ BFSI കമ്പനീസ്, അതായത് ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടർ, ഇൻഷുറൻസ് കമ്പനീസ് നോക്കുകയാണെങ്കിൽ നോൺ ബാങ്കിങ് BFSI 24% ഗ്രോ ചെയ്തു എന്നുള്ള. എന്നാൽ BFSI ആയിരുന്നു മോശം. BFSI എല്ലാം കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 4% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതുവരെയുള്ള ഏർണിങ്സ് നമ്മളെ കാണിക്കുന്നത്. കമ്മോഡിറ്റി കമ്പനീസിൻ്റെ പ്രോഫിറ്റ് 113% അപ്പായിരുന്നു എന്നുള്ള, അതായത് ഒന്ന് ലോവർ ബേസ് ആയിരുന്നു കഴിഞ്ഞ പോലെ, അതിൻ്റെ മുകളിൽ കൂടെ വന്നപ്പോൾ 113% അപ്പായിരുന്നുള്ള. സിമെൻറ്റ് 252% അപ്പാണ് സിമെൻറ്റിൻ്റെ പ്രോഫിറ്റ്സ്. സ്റ്റീലിൻ്റെ 57% അപ്പാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ റിഫൈനറീസ് നോക്കുകയാണെങ്കിൽ ഈ ഓയിൽ റിഫൈനറീസ്, ക്രൂഡ് റിഫൈനറീസ് ലോസിൽ നിന്നും പ്രോഫിറ്റിലേക്കായി. MRPL, ചെന്നൈ പെട്രോളിയത്തിൻ്റെയൊക്കെ റിസൾട്ട് തന്നെ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആണെന്നേ ഉള്ളൂ. മോർഗൻ സ്റ്റാൻലി ശരിക്കും പറഞ്ഞാൽ അവരെ ഇന്ത്യ ഇക്വിറ്റി സ്ട്രാറ്റജിയിൽ ഞാൻ നോക്കുമ്പോൾ റിലയൻസും വരുൺ ബെവറേജസും അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തു. എന്നാൽ അറ്റ് ഹൂസ് എക്സ്പെൻസ് ആരാണ് പുറത്തു പോകുന്നത്? ഇന്റർഗ്ലോബ് ഏവിയേഷനും ജൂബിലൻ ഫുഡ് വർക്ക്സുമാണ് പുറത്തോട്ട് പോകുന്നത് എന്നുള്ള. ശ്രീറാം ഫിനാൻസിൻ്റെ റിസൾട്ട് വളരെ നന്നായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ സ്റ്റോക്ക് 5% അപ്പായിരുന്നു എന്നുള്ളതാണ്. JK സിമെൻറ്റിൻ്റെയും നല്ലത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു കാര്യം, അതായത് സെബിയുടെ ഒരു റെഗുലേഷൻ ഉണ്ട്. അതായത് സെബിയുടെ റെഗുലേഷൻ വെച്ചാൽ എസ്പെഷ്യലി നമ്മുടെ ഇൻഡിസസ്, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ബാങ്കുകളുടെ വെയിറ്റേജ് നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് HDFC ബാങ്കും ICIC ബാങ്കുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് നിഫ്റ്റി ബാങ്കുകൾ. എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും 23% കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. 23%-നേക്കാളും കൂടുതൽ വെയിറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ടോപ്പ് 3 HDFCയും ICICയും, അതായത് മൂന്നാമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റും കൂടെ ചേർന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു 60% വെയിറ്റേജ് ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ സെബിയുടെ ഒരു പുതിയ ഒരു റൂൾ അവർ കോൺടംപ്ലേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്യാപ്പ് ചെയ്യണം. അതായത് HDFCയും ICICയൊക്കെ 23% അതിൻ്റെ മുകളിലേക്കാണല്ലോ കിടക്കുന്നത്. അതിനെ ഒന്ന് കട്ട് ചെയ്ത് 20% കുറയ്ക്കണം. ഇപ്പോൾ ടോപ്പ് 3 എല്ലാവരും കൂടെ ചേർന്ന് 60% കിടക്കണം. അതിനെ ഒന്ന് കുറച്ച് ഒരു 45% കുറയ്ക്കണം എന്നുള്ളതാണ് ആ സെബിയുടെ ആ ഒരു പുതിയൊരു റൂളിനെ കുറിച്ച് അവർ കോൺടംപ്ലേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ $1.5 ബില്യൺ ഒരു പോർട്ട്ഫോളിയോ റീഷഫ്ലിംഗ് നടക്കും. അതായത് ഒരു 12,000 തൊട്ട് 13,000 കോടിയുടെ പോർട്ട്ഫോളിയോ റീഷഫ്ലിംഗ് നടക്കും. അതായത് വെയിറ്റേജ് കുറയണം. അതായത് HDFC ബാങ്കിൽ നിന്നും ICICയും ഒക്കെ 23 മുകളിലല്ലേ കിടക്കണേ, അതൊന്ന് കട്ട് ചെയ്ത് 20 ആക്കുമ്പോൾ അത്രയും മാത്രം ഔട്ട്ഫ്ലോ, അതായത് വെയിറ്റേജ് കുറയുമ്പോൾ അത്രയും മാത്രം ഔട്ട്ഫ്ലോ അവിടുന്ന് വന്നിട്ട് വേറെ പല സ്റ്റോക്കുകളിലേക്കും കയറാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിലെ അതർ കമ്പോണൻസ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBIയിലേക്കൊക്കെ ആയിരിക്കാം ഈ പറയുന്ന പോലെ ഒരു 12,000 മുതൽ 13,000 കോടി. എനിക്ക് തോന്നുന്നു 1,200 കോടി വെച്ചിട്ട് മറ്റുള്ള ബാങ്കുകളിലേക്ക് കയറാനുള്ള ചാൻസുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല പുതിയ ഇൻക്ലൂഷൻസും വന്നിട്ടുണ്ട്. യെസ് ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 14 ബാങ്കുകളാവും. 14 ബാങ്കുകളാവും. അപ്പോൾ അതാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു
എന്താ പറയുക ഒരു ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഒരു റീജിഗ്, അവിടെ നിന്നൊരു ഫണ്ട് ഫ്ലോ റീ അലൊക്കേഷൻ അങ്ങനെ ഒരു റീസ്ട്രാറ്റജൈസിങ് നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അർബൻ കമ്പനിയുടെ റിസൾട്ട്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് വലിയൊരു കോമഡി ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മാറി എന്നുള്ള, ലിസ്റ്റ് ചെയ്തത് കഴിഞ്ഞും നല്ലൊരു ലോസിൻ്റെ റിസൾട്ട്സ് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒന്നാമത് തന്നെ ഈ എന്താ പറയുക ലെൻസ്കാർട്ടിൻ്റെ IPO അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർബൻ കമ്പനിയുടെ ഇങ്ങനെ വന്നേക്കുന്നത്. പിന്നെ വലിയ വലിയ ഗൈഡൻസും മോഹങ്ങളും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്താ പറയുക വാക്യൂം ക്ലീനറിലേക്ക് കടക്കുന്നു, മറ്റേ ഡൊമസ്റ്റിക് ഹെൽപ്പിനെ ആപ്പ് വഴി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു എന്നൊക്കെ, അതൊക്കെ അവിടുത്തെ കാര്യം. ഏതായാലും അൾട്ടിമേറ്റ്ലി നമ്പേഴ്സ് ഡു മാറ്റർ അല്ലേ. നമ്മളെ സ്വപ്നങ്ങൾ വിറ്റിട്ട് കാര്യമില്ല, ഫിഗേഴ്സ് മാത്രമാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞ വാല്യുവേഷൻ്റെ ഒരു കഥ പറയുന്നത്. മറ്റേതൊക്കെ നമ്മൾ എന്താ പറയുക കൺസെപ്റ്റ് സ്റ്റോറീസ്, കൺസെപ്റ്റ് എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല, ബട്ട് നമ്പേഴ്സ് ഇസ് എ ട്രൂത്ത്. മാത്തമാറ്റിക്സ് ഒരിക്കലും കള്ളം പറയില്ല, കണക്കൊരിക്കലും കള്ളം പറയില്ല. എവിടെ ഇടദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ വലദോഷവും ഇടദോഷവും തമ്മിൽ ടാലി ചെയ്താൽ മാത്രമേ പാടുള്ളൂ. സോ one should always be slave of numbers. ബട്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കൺസെപ്റ്റ് സ്റ്റോറി, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സൊമാറ്റോൻ്റെ ഒക്കെ റൈഡ് നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തിനു സൊമാറ്റോ പറയുന്നത് ഇൻഫോസിസ് വന്ന കാലഘട്ടത്തിൽ ആ 1993 അവരും പറഞ്ഞതൊരു കഥയായിരുന്നു എന്നുള്ള. ഈ കഥയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടി ബാഗേഴ്സ് തുടങ്ങുന്നത്. അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നും സ്റ്റോക്കിൽ ഉണ്ടാവില്ല, ഫിനാൻഷ്യൽസ് ഉണ്ടാവില്ല. ഓൾറെഡി നല്ല ഫിനാൻഷ്യൽസ് ഉള്ള കമ്പനികളൊക്കെ ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് ആയി 50 PE 60 PE 70 PEയിലൊക്കെ ഓൾറെഡി ട്രേഡ് ചെയ്യാണ്. നമ്മളൊരു എന്താ പറയുക ഒരു സ്റ്റോക്ക് നമ്മൾ മേടിച്ച് അതിൻ്റെ ലോവർ എൻഡിൽ മേടിച്ച് അതൊരു വലിയ വാല്യുവേഷനിലേക്ക് പോകുന്ന ഈ മൾട്ടി ബാഗർ ജേണി വരണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും കാണില്ല, ഒരു സ്റ്റോറിയും കൺസെപ്റ്റും മാത്രമേ കാണുള്ളൂ. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ആ മാനേജ്മെൻറ്റ് പറഞ്ഞ സ്റ്റോറിയും ആ ഡൊമൈൻ അല്ലെങ്കിൽ ആ ഒരു സെക്ടർ ഓഫർ ചെയ്ത കൺസെപ്റ്റും ഇവരുടെ നമ്പേഴ്സും ഏതാണ്ട് യോജിച്ച് വരണം. അല്ലാണ്ട് നമ്പേഴ്സ് വരാതിരിക്കുകയും കൺസെപ്റ്റ് മാത്രം ഗ്രോ ചെയ്ത് പോവുകയും ചെയ്യല്ല. ഇങ്ങനെയാണ് ഒരു മൾട്ടി ബാഗറിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ മൾട്ടി ബാഗറിൽ നമ്മൾ ആ സ്റ്റോക്കിൽ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ പറയാമല്ലോ എനിക്കൊരു ഞാൻ സ്റ്റോക്കുകൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളത് മേടിക്കാൻ നേരത്ത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, വേണമെങ്കിൽ ഞാൻ ഡിസ്ക്ലോഷർ, ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്, വ്യക്തിപരമായിട്ട് എൻ്റെ DPയിൽ ഹോൾഡ് ചെയ്യണം. 2008-09 കാലഘട്ടത്തിലാണ് ഞാൻ ആ ഷെയർ മേടിക്കുന്നത്. പേജ് ഇൻഡസ്ട്രീസ് ആണ് മേടിക്കുന്നത്. 350, 365, 317 എന്നൊക്കെ റേറ്റിന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 40,000 മുകളിൽ തന്നെ നല്ലൊരു വെൽത്ത് ക്രിയേറ്ററാണ്. എൻ്റെ ഒരു വീട് പോലെ തന്നെ ഞാൻ അസറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. അത് ഞാൻ മേടിച്ചപ്പോഴേ അന്ന് മേടിക്കുമ്പോൾ അന്ന് ആ കമ്പനിയിൽ എനിക്കുണ്ടായിരുന്ന റിസ്ക് 90%, കോൺഫിഡൻസ് 10% ഉണ്ടായിരുന്നു. പക്ഷേ ആ കൺസെപ്റ്റിൻ്റെ കൂടെ നമ്പറും ഇവോൾവ് ചെയ്ത് വന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് 90%, റിസ്ക് 10%-ആയി കുറഞ്ഞു. നമ്മളും അതിൻ്റെ കൂടെ ഗ്രോ ചെയ്ത് നമ്മൾ ഒരു സുഹൃത്തിനെ പോലെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ കൺസെപ്റ്റും ഡേറ്റയും ഫിഗേഴ്സും യോജിച്ചാൽ മാത്രമേ നമുക്കവിടെ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ. കൺസെപ്റ്റ് മാത്രം പോരാ, ഫിഗേഴ്സും മാത്രം പോരാ, കൺസെപ്റ്റ് പ്ലസ് ഫിഗേഴ്സ് മേക്സ് മൾട്ടി ബാഗർ ആൻഡ് ഹ്യൂജ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വിപണി എന്ന് നോക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ നിഫ്റ്റി 50 സംബന്ധിച്ച് 25,700 ആ ഒരു ലെവലിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ ഒരു നേട്ടവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഏതായാലും നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിലോട്ട് പോകാം. നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ഇന്ന് ഏത് ബിസിനസ് ഐഡിയ ആണ് പ്രേക്ഷകർക്കായി താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ഒരു വ്യൂവർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ മിസ്റ്റർ ജിയോ ജോർജിനെ ഞാൻ ആക്ച്വലി ഇന്നലെ ഒന്ന് നേരിട്ട് കാണാനിടയായി. അതായത് ഞാനും വൈഫും കൂടെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എല്ലാ ഞായറാഴ്ചയും ഏതെങ്കിലും മോളുകളിൽ പോവുക എന്നുള്ളതാണ്. അവിടുത്തെ ഷോപ്പിംഗ് ഹാബിറ്റ്സ് നോക്കുക, അതിൻ്റെ കൗണ്ടറിൽ നിന്ന് നോക്കുക, ആരാണ് ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുന്നത്, അതിൻ്റെ പുറകിൽ സ്റ്റോക്ക് ഐഡിയ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ നിത്യ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും വൈഫും കൂടെ ഇന്നലെ അവിടെ പോയപ്പോൾ ജിയോ ജോർജ് എന്നെ വന്ന് പരിചയപ്പെട്ടു, സംസാരിച്ചു. നമ്മുടെ ഷോയുടെ ഒരു എന്താ പറയുക ഒരു പ്രേക്ഷകനാണ് എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു എന്നുള്ളതാണ് വളരെ നല്ല കാര്യം. ജിയോ ജോർജിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വലിനോട്, ആ വ്യക്തിയോട്, ആ ജെൻറ്റിൽമെനോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അധികം നാളായില്ല അദ്ദേഹം മാർക്കറ്റിൽ വന്നിട്ട്. അദ്ദേഹം ബേസിക്കലി ഒരു എക്സ്പോർട്ടറാണ്, ഒരു ബിസിനസ്മാനാണ്, പഴയൊരു NRI ആയിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ മാർക്കറ്റിൽ സ്റ്റോക്ക് മേടിക്കുന്നേ ഉള്ളൂ, സെല്ല് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. നല്ല ഒരു എമൗണ്ട്, അതായത് ഞാനിപ്പോൾ കയറിയോന്നോ ഇറങ്ങിയോന്നോ ഒന്നും ഞാൻ നോക്കാറില്ല. നല്ല സ്റ്റോക്കുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് അവിടെ കിടക്കട്ടെ, അതങ്ങ് ഗ്രോ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഞാനൊരു ബിസിനസ്സിൽ നിന്ന്, എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു ടാർഗറ്റ് എത്താൻ
ഇത്രയും കൊല്ലം എടുക്കുമെങ്കിൽ അതിനേക്കാളും കുറച്ച് കൊല്ലം മതി ഈ ബിസിനസ്സുകളിൽ കൂടെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൻ്റെ ആ ബിസിനസ് ഉണ്ടല്ലോ അതിൽ കൂടെ എത്താൻ എന്നുള്ള കൺവിക്ഷനുള്ള വളരെ ഹാൻസം ആയിട്ടുള്ള ജെൻറ്റിൽമാനാണ് ഈ പറയുന്ന പോലെ ജിയോ ജോർജ് എന്നാണ്. ആ ജിയോ ജോർജിന് മൈഫിൻ്റെ വകയും എൻ്റെ വക പേഴ്സണലിയും എല്ലാ ഹാപ്പി ഇൻവെസ്റ്റിങ്ങും എല്ലാ വിഷസും പ്രേയേഴ്സും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമുക്കൊന്ന്, അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ് നമുക്ക് സംസാരിക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റോക്കുകളുടെ മൾട്ടി ബാഗർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്നത് മൾട്ടി ബാഗർ സ്റ്റോക്കാണ്, മൾട്ടി ബാഗർ ബിസിനസ്സാണ് എന്നുള്ള രീതിയിലേക്കാണല്ല. എങ്കിലും ഞാൻ പറയാം, അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു കമ്പനി ഒരു സെക്ടറിലേക്ക് വരുന്നു, ആ സെക്ടറിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ആ സെക്ടറിനകത്ത് ഈ കമ്പനിയാണ് ലാർജസ്റ്റ് ലിസ്റ്റഡ് കമ്പനി, ലാർജസ്റ്റ് ബൈ മാർക്കറ്റ് ക്യാപ്പ്. എന്നിട്ട് പോലും അത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം, ഒരു 10 ലക്ഷം കോടിയുടെ ഒരു വലിയൊരു സെക്ടർ ഓപ്പർച്യൂണിറ്റി, അതായത് അത്രയ്ക്ക് മാത്രം ഇൻഡസ്ട്രി സൈസിൽ ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് കമ്പനി 10,000 കോടി 20,000 കോടി 1 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് 10 ലക്ഷം 50 ലക്ഷം കോടിയൊക്കെ വലിയ വരുന്ന ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ടറിൽ 10,000 കോടി മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം. അതായത് ഈ കമ്പനിക്ക് ഇവിടെ നിന്ന് പെരുകാൻ ആ കാര്യം ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ലീഡർ കൂടെ ഗ്രോ ചെയ്യും. അങ്ങനെയാണ് ഒരു മൾട്ടി ബാഗർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള. അതിൻ്റെ കൂടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കെ തന്നെ കമ്പനിയുടെ പുതിയ ഡിവിഷനിൽ നിന്ന് ഇവർക്കൊരു മാർജിൻ എക്സ്പാൻഷനും കൂടെ വന്നാലോ, സെയിം റവന്യൂവിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിം റവന്യൂവിൽ പ്രോഫിറ്റ് കൂടി വരും. അങ്ങനെ ഒരു വലിയൊരു വെൽത്ത് ക്രിയേഷൻ അങ്ങനെ ഒരു ബിസിനസ്സിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഇതൊരു ബേസാക്കി പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് കയറുന്നതെന്നല്ല. നമുക്കറിയാലോ ഇന്ത്യയിൽ നമുക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫാമിലി മെമ്പർ പോലെയായി എപ്പോഴും നമ്മൾ പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മൊബൈൽ ഫോൺ മാറി. വളരെ ഇൻ്റഗ്രലായി ഇൻഡിസ്പെൻസിബിളായി മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇനി ആ രീതിയിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി ഈ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യാൻ പോകുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആക്സസറീസ്, ഇതെല്ലാം നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല ഒരുപാട് രീതിയിൽ വലിയ വലിയ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഈ മൊബൈൽ ഫോൺസിനും അസോസിയേറ്റഡ് ആക്സസറീസിനും കമ്പോണൻസിനും ഒക്കെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നമുക്ക് കിട്ടിയ ഒരു സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുമ്പോൾ ഇന്ത്യയിൽ ആക്റ്റീവ് മൊബൈൽ കണക്ഷൻ 1.12 ബില്യൺ, അതായത് 112 കോടി ആക്റ്റീവ് മൊബൈൽ കണക്ഷൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോപ്പുലേഷൻ്റെ 76 മുതൽ 77% വരെ ആൾക്കാർ മൊബൈൽ ആക്റ്റീവ് യൂസേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യം എല്ലാവർക്കും ഈ ആക്റ്റീവ് കണക്ഷൻ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓർഗനൈസേഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷൻ്റെ 70% അല്ലെങ്കിൽ 75% ആൾക്കാർക്കും ആക്റ്റീവ് മൊബൈൽ കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കണക്ക് വരാൻ സാധ്യതയില്ല. എന്നാലും 112 കോടി ആക്റ്റീവ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എത്ര മൊബൈൽ ഫോൺസ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ ഫോൺ മാർക്കറ്റാണ് ആഫ്റ്റർ ചൈന. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള 112 കോടി ഈ ആക്റ്റീവ് മൊബൈൽ കണക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണത് 66 കോടിയും ഫീച്ചർ ഫോൺ യൂസ് ചെയ്യണത് 35 കോടിയും എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നത് 65 കോടി, ടച്ച് സ്ക്രീനും അതുമൊക്കെ ഉള്ളത്. ഫീച്ചർ ഫോണില്ലേ നമ്മുടെ വേറെ ഒന്നുമില്ല കീപാഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് 35 കോടിയും ഫോൺസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെയുള്ളത് ചില ഫോണുകളിൽ ഡുവൽ സിം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് 112 കോടി ആക്റ്റീവ് മൊബൈൽ ഫോൺ യൂസേഴ്സ് എന്ന് പറയപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ ഇനി നമുക്കറിയാം ഇത് ഭയങ്കര രീതിയിൽ ഗ്രോ ചെയ്യും. കാര്യം വെച്ചാൽ പുതിയതായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് 18 ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേർ പോലും മൊബൈൽ ഫോൺ ക്യാരി ചെയ്ത് തുടങ്ങി, അതിന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പോകുന്നു. ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഫോൺസ് ആവുന്നു. അതായത് ഒന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും കോൺടാക്ട് ചെയ്യാൻ, ഓഫീസ് പർപ്പസിന് വേറൊരു ഫോൺ വരുന്നു, അങ്ങനെ വരുന്നു. അതുമാത്രമല്ല നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല. നമ്മൾ 2019 ഞാൻ ഈ 2019 എടുക്കണമെന്ന് വെച്ചാൽ 2020 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു അറ്റംപ്റ്റ് നടന്നത് ഗവൺമെൻറ് സഹായത്തോടു കൂടി ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം PLI സ്കീം വന്നത്. അപ്പോൾ അതുകൊണ്ട് 2020 മുമ്പായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഓയിൽ, പിന്നെ വരുന്നത് ഗോൾഡ്, പിന്നെ മൂന്നാമത് വരുന്നത് ഇലക്ട്രോണിക് ഗുഡ്സാണ്. ഇപ്പോൾ ഓയിലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്കധികം ഇല്ല.
നമുക്ക് നമ്മുടെ 80% ക്രൂഡിൻ്റെ റിക്വയർമെൻറ്റ് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളത് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡൊമസ്റ്റിക് യൂസേജിനെടുക്കും, ബാക്കിയുള്ളത് നമ്മൾ റിഫൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് പുറത്തു വിടും. ഇപ്പോൾ അതിൻ്റെ പേരിലാണല്ലോ നമുക്ക് 25% റഷ്യയിൽ നിന്ന് മേടിക്കുന്നതിന് ഒരു ടാരിഫ് അഡീഷണൽ ആയിട്ട് US വെച്ച്. ഏതായാലും അത് പോട്ടെ, അതല്ല നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളതാണ്. ഓയിൽ അങ്ങനെ. പിന്നെ ഗോൾഡും നമ്മുടെ ഇവിടെ അധികം മൈൻഡ് ചെയ്ത് എടുക്കുന്നൊന്നുമില്ല. ഗോൾഡ് നമ്മൾ പുറത്തു നിന്നാണ് നമ്മുടെ ഗോൾഡ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യ പേ ചെയ്യുന്നത് ഏതിലാണ്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് അല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ കോർപ്പറേറ്റുകളും ബിസിനസ്സുകളും ഈ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങളെ എന്തിലാണ് നമ്മൾ പേ ചെയ്യുന്നത്? നമ്മൾ US ഡോളേഴ്സിലാണ് പേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡ് ഡെഫിസിറ്റിനെ ഭയങ്കരമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ നേരത്ത്, അതായത് നമ്മൾ ഇമ്പോർട്ട് കൂടുന്തോറും അത് എക്കണോമിക്ക് നല്ല കാര്യമല്ല എന്ന് പറയുന്നത്. ഇമ്പോർട്ടിൻ്റെ എണ്ണം കൂടുക എന്നുള്ളത് മാത്രമല്ല, എക്സ്പോർട്ടും കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഇമ്പോർട്ട് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് അനുപാതികമായിട്ട് എക്സ്പോർട്ട് നന്നായിട്ട് കൂടി വരണം എന്നുള്ള, എന്നാൽ അത് വരുന്നുമില്ല എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമായിരുന്നു എന്നുള്ള. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ക്രൂഡിൽ തൊടാൻ പറ്റില്ല, കാര്യം അത് പുറത്തുള്ള നമ്മുടെ ഒരു സബ്ജക്റ്റേ അല്ല. ഗോൾഡിൽ തൊടാൻ പറ്റില്ല, നമ്മുടെ ഒരു സബ്ജക്റ്റേ അല്ല. ബട്ട് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിൽ എങ്ങനെ നമുക്ക് കൈ കടത്താം എന്നുള്ള. അപ്പോൾ 2019 ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തതുണ്ടല്ലോ, അതായത് ഇലക്ട്രോണിക് ഗുഡ്സ് മാത്രം 55 തൊട്ട് 60 ബില്യൺ US ഡോളേഴ്സിൻ്റെ ഇലക്ട്രോണിക് ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു എന്നാണ് 2019 കണക്ക് പറയുന്നത്. അതിൽ 25 തൊട്ട് 30 ബില്യൺ US ഡോളേഴ്സും മൊബൈൽ ഫോൺ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ റിക്വയർമെൻറ്റ്സും ഇലക്ട്രോണിക് ഗുഡ്സും നമ്മൾ കൂടുതലും പുറം രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ചൈന, കൊറിയ, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോണിക് ഗുഡ്സ്, അതിൽ മെയിൻലി നമ്മൾ മൊബൈൽ ഫോൺ ഇമ്പോർട്ട് ചെയ്തത്. ഇത് നമ്മളെ ഒരുപാട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ നമ്മൾ ഭയങ്കരമായിട്ട്, അല്ലേ, നമ്മുടെ ആ ട്രേഡിനെയും ട്രേഡ് ഡെഫിസിറ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിരുന്നു. 1/3 വരുന്നുണ്ട് എക്സ്പോർട്ട്, 1/3 ലാർജസ്റ്റ്. അതായത് നമ്മൾ പെട്രോള്, ക്രൂഡ് കഴിഞ്ഞാൽ ഗോൾഡ്, അത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 2 സബ്ജക്റ്റും നമുക്ക് കൈവിടാൻ പറ്റില്ല, ഫ്യൂവലും ക്രൂഡും ഗോൾഡും. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിനെ എങ്ങനെ നമുക്ക് എൻകറേജ് ചെയ്യാം, അങ്ങനെയാണ് ഗവൺമെൻറ് കെയിം അപ്പ് വിത്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, PLI സ്കീം. ആ PLI സ്കീം വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അത് മെയിൻലി ഫോക്കസ് ചെയ്തത് മൊബൈൽ ഫോണിന് ചുറ്റുവട്ടത്തുള്ള ആക്സസറീസും കമ്പോണൻസിനും വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നതെന്നുള്ള. അപ്പോൾ മെനി ഗ്ലോബൽ കമ്പനീസ് അതിന് ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി, മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ അവർ ഫാക്ടറീസ് തുടങ്ങി. പല ഇന്ത്യൻ കമ്പനീസും ഈ PLI സ്കീമിലെ ലൈസൻസ് അപ്ലൈ ചെയ്ത് അവരും സീനിലേക്ക് വന്നു എന്നുള്ള. അപ്പോൾ ഗ്ലോബൽ കമ്പനീസും വന്നു, ഇന്ത്യൻ കമ്പനീസും വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ ഈ എക്കണോമിക്ക് വലിയൊരു വാല്യൂ അഡീഷൻ ഉണ്ടാക്കിയില്ല. കാരണം ഈ നടക്കുന്നതെല്ലാം ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ എക്കണോമി അല്ലെങ്കിൽ സോൾഡറിങ് എക്കണോമി. അതായത് വേറെ ഒന്നുമില്ല, പുറത്തുനിന്നുള്ള കമ്പനികൾ നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് തരുന്നു, ഡിസൈൻ തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ ആണെന്ന് വരിക, അല്ലെങ്കിൽ സാംസങ് ആണെന്ന് വരിക. അവരിത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷനും ബ്ലൂ പ്രിൻറ്റും കൊടുക്കുന്നു, കമ്പോണൻസും പുറത്തുനിന്ന് വരുന്നു. നമ്മളിവിടെ ചെയ്യുന്നത് എന്താ? സ്ക്രൂ ഡ്രൈവറിങ്. അത് സ്ക്രൂ ചെയ്ത് വയ്ക്കുക, അത് സോൾഡർ ചെയ്ത് വയ്ക്കുക. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അസംബ്ലിങ് മാത്രമേ നടക്കുന്നു എന്നുള്ള. നമുക്കതിനകത്ത് ഒരു വാല്യൂ അഡീഷനും ഇല്ല. വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കമ്പോണൻസ് ഇല്ല, ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മുടെ കയ്യിൽ IP ഇല്ല, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും ഇല്ല. അതായത് വി ആർ അറ്റ് ദ മേഴ്സി ഓഫ് ദോസ് ബിഗർ കമ്പനീസ്. അവർ തരുന്ന ഓർഡർ ഇവിടെ ഇരുന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ഇരുന്ന് ഫിറ്റ് ചെയ്യില്ലേ, അതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എക്കണോമി അല്ലെങ്കിൽ സോൾഡറിങ് എക്കണോമി ആയിട്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കമ്പോണൻസ്, ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻറ്റ് നോക്കുമ്പോഴേ നമുക്ക് പുറത്തുനിന്നാണ് കമ്പോണൻസ് പലതും വന്നേക്കണം. ഇപ്പോൾ ഞാനൊന്ന് ഒരു ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോഴേ ഡിസ്പ്ലേയും ടച്ച് പാനലും, ആ ഡിസ്പ്ലേ, ഫോണിൻ്റെ ഡിസ്പ്ലേയും ഇതിൻ്റെ ടച്ച് പാനലും വരുന്നത് ചൈന, സൗത്ത് കൊറിയ, തായ്വാൻ, വിയറ്റ്നാം. ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ചൈന, സൗത്ത് കൊറിയ. ചിപ്സെറ്റ്, പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ തായ്വാൻ, TSMC. അതേപോലെ USA, അമേരിക്കയിൽ നിന്ന് ക്വാൾകോമിൻ്റെ നിന്ന്, ചൈന മീഡിയ ടെക്കിൻ്റെ നിന്ന്. അതായത് ചൈന, അമേരിക്ക, തായ്വാനിൽ നിന്നൊക്കെയാണ് ഈ പറഞ്ഞ ചിപ്സെറ്റും പ്രോസസ്സറും ഒക്കെ വന്നിരുന്നത്. ക്യാമറ മോഡ്യൂളോ വന്ന് ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന. എഗെയിൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, ഈ ഫോണിനകത്തുള്ള പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എവിടുന്ന വരെ? ചൈനയും വിയറ്റ്നാം. കണക്റ്റഡ് കേബിൾസ്, സ്പീക്കേഴ്സ്, അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന കേബിൾസ്, ഇതിന് യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള സ്പീക്കർ സിസ്റ്റം, ഇതെല്ലാം വന്നതും ചൈന, വിയറ്റ്നാം, തായ്ലൻഡാണ്. ഈ മെമ്മറി, ഇതിനകത്തുള്ള മെമ്മറി ചിപ്പുകൾ വന്നത് ജപ്പാനിൽ നിന്ന്, സൗത്ത് കൊറിയ. അതായത് കമ്പോണൻസ് പുറത്തുനിന്ന് വരുന്നു, ഡിസൈൻ ഫോൺ കമ്പനികൾ തരുന്നു,
ബ്ലൂ പ്രിൻ്റ് തരുന്നു. നമ്മളിവിടെ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നു, ഗവൺമെൻറ് PLI സ്കീമിൽ ഫാക്ടറി കൊണ്ടുവരുന്നു. മാനുഫാക്ചറിങ് എന്നുള്ളത് നടക്കുന്നില്ല, പകരം അസംബ്ലിങ് അതായത് വാല്യൂ അഡീഷനോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയോ ഒന്നും നടക്കുന്നില്ല എന്നുള്ള. അപ്പം നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരുന്ന കൺട്രികൾ ഏതൊക്കെ? ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, തായ്വാൻ, വിയറ്റ്നാം ഒക്കെ ആയിരുന്നു. ഈ തായ്വാനും വിയറ്റ്നാമും നോക്കേണ്ട കാര്യമില്ല, ഈ ചൈന തന്നെ ഉണ്ടല്ലോ. വേറെ ലോകത്തുള്ള സിംഗപ്പൂർ അടക്കം പല രാജ്യങ്ങളിലും അവരെ ഫാക്ടറി ഇട്ടിട്ട് അവിടെ മെയ്ഡ് ഇൻ സിംഗപ്പൂർ, മെയ്ഡ് ഇൻ വിയറ്റ്നാം, മെയ്ഡ് ഇൻ തായ്ലൻഡ് എന്നൊക്കെ അടിച്ചിട്ട് വരുന്നു. അതായത് ചൈന തന്നെയാണ് മെയിൻ പ്ലെയർ. ചില കമ്പോണൻസിൽ ജപ്പാനും സൗത്ത് കൊറിയയും ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇല്ല, ഡിസൈൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് മാത്രമായിരുന്നു ഇതൊക്കെ അസംബിൾ ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഈ അസംബിളിംഗ് എന്ന് പറയുന്നതിന് നമ്മൾ മാനുഫാക്ചറിങ് ടേം ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെ പറയുന്നത് എന്താ അറിയോ? അതിനെ പറയുന്നത് എന്താണ്? കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്നാണ്. ആ കോൺട്രാക്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിൽ കൂടെ കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3% മുതൽ 5% ഉള്ളൂ. വളരെ തിൻ മാർജിനിലാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യണേ, വലിയ ഇതൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വാല്യൂ ചെയിൻ നമുക്ക് നോക്കാം. അതിൽ ഗ്ലോബലി ഉണ്ടല്ലോ ഏതൊക്കെ ഈ ഒരു ഗ്ലോബൽ ഈ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് വാല്യൂ ചെയിനിൽ ആർക്കൊക്കെ എവിടെയൊക്കെ പണിയെടുക്കണവർക്ക് എന്തെല്ലാം ടൈപ്പ് മാർജിൻ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കി. അതിലെനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോക്സ്കോൺ. ഈ ഫോക്സ്കോണിന് കിട്ടുന്ന മാർജിൻ 3 തൊട്ട് 4% ഉള്ളൂ. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള കമ്പനികൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൽ മാത്രം നിൽക്കുന്നുള്ളൂ. പിന്നെ സബ് അസംബ്ലി ഓഫ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, അതേപോലത്തെ മോഡ്യൂൾസ് ചെയ്യാനായിട്ട് ഈ ജാബിൽ, ഫ്ലെക്സ് പോലുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന മാർജിൻ 5 തൊട്ട് 7% മാർജിനാണ്. ഇനിയിപ്പോൾ ഡിസൈൻ, ആ ഡിസൈൻ മാനുഫാക്ചറിങ് ഉണ്ടല്ലോ, അതിന് ഏതാണ്ട് BYD, പെഗാട്രൺ പോലെയുള്ള കമ്പനികൾ 8 തൊട്ട് 12% മാർജിൻ ഉണ്ടാക്കുന്നുള്ള. ഇനി ബ്രാൻഡ് ഓണർഷിപ്പ്, ആ ഒരു ഡിസൈൻ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ നമ്മൾ നോക്കാം. ആപ്പിൾ ഓർ സാംസങ്, അവരാണ് ബാക്കി എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അവരുണ്ടാക്കുന്ന മാർജിൻ 20 തൊട്ട് 25% വരെ മാർജിൻ. അപ്പോൾ ആ ഡിസൈൻ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ബ്രാൻഡ് കയ്യിലുണ്ടെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും ഇന്ത്യൻ കമ്പനികൾ കോൺട്രാക്ട് മാനുഫാക്ചറേഴ്സായിട്ട് മാറ്റി നിൽക്കുന്നു. നമ്മുടെ ഇന്ന് ഒരു ഇന്ത്യൻ നിർമ്മിത കമ്പോണൻറ്റും ഡിസൈനും IP ഉൾപ്പെടെ ഒരു ബ്രാൻഡ് ഉൾപ്പെടെ ഒരു ഇന്ത്യൻ മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള കോൺട്രാക്ട് മാനുഫാക്ചറിങ് 3%, 5%-ൽ നിന്ന് ഏതെങ്കിലും കമ്പനിക്ക് ആ കമ്പോണൻസും ഡിസൈൻ കാറ്റഗറിയിലേക്കും കടക്കുകയാണെങ്കിൽ ഒരു 4%, 5%, ഹയർ എൻഡിൽ 6 തൊട്ട് 7, 8% വരെ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് സെയിം റവന്യൂ തന്നെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണെന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനി ഒരു ലോ മാർജിൻ കോൺട്രാക്ട് മാനുഫാക്ചറിൽ നിന്ന് മാറി ഒരു ഹൈ വാല്യൂ ആഡഡ് ഡിസൈനിങ് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് മാറുന്ന ഒരു ജേണിയാണ് നമ്മൾ ഇന്ന് പറയുന്ന സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ഡിസ്ക്ലെയിമറോട് കൂടി 5 കൊല്ലമായി ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെയും വൈഫിൻ്റെ അക്കൗണ്ടിലും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഇത്. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിഞ്ച് ഓഫ് സോൾട്ടോടുകൂടി എടുക്കാവുള്ളൂ. എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ വയ്ക്കുന്നു. ബട്ട് ഞാനിതിൻ്റെ ബിസിനസ് മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. ഞാനിതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ ഒരു റെക്കമെൻഡേഷനോ ആയിട്ടോ നിങ്ങളിത് കരുതരുത്. ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണെന്നുള്ളൊരു ഡിസ്ക്ലോഷർ ഞാൻ പറഞ്ഞു. അതായത് കോവിഡിന് ശേഷം 2020 മെയ്, ജൂൺ, ഓഗസ്റ്റിലൊക്കെ ഞാൻ ഈ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ DPയിലും എൻ്റെ വൈഫിൻ്റെ DPയിലും ഹോൾഡ് ചെയ്യുന്നുള്ള ഒരു ഡിസ്ക്ലെയിമറോടുകൂടി ഞാൻ പറയുന്നു. ഈ കമ്പനിയുടെ പേരാണ് ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ളത്. അതായത് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് മാനുഫാക്ചർ ഓഫ് മൊബൈൽ ഫോൺസ്, TVs, washing machines, LED bulbs, lighting, appliances, security system, set-top box, monitors, medical electronics, wearables, network devices, വയർലെസ് ഡിവൈസസ് ഒക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവരുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു സെഗ്മെൻ്റാണ് ഇവർക്ക് 50% റവന്യൂ 2024 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. ക്ലയൻസ് എന്ന് പറയുന്നത് സാംസങ്, മോട്ടറോള, ഷവോമി, ലവയൊക്കെയാണ് അവരുടെ ക്ലയൻസ്. രണ്ടാമത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അതായത് നമ്മൾ പറയില്ലേ TV, മോണിറ്റർ, സെറ്റ് ടോപ്പ് ബോക്സ്, ഈ വക കാര്യങ്ങളൊക്കെ FY24 20% റവന്യൂ ആണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അത് കൂടുതലും ക്ലയൻസ് അറിയാലോ, സാംസങ്, പാനസോണിക്, OnePlus, ലോയിഡ്, ഹയർ ഒക്കെ അവരുടെ ക്ലയൻ്റ് ആണെന്നുള്ളത്. പിന്നെയുള്ളത് ലൈറ്റിംഗ് ഇവർക്ക് 2024 ടോട്ടൽ റവന്യൂവിൻ്റെ 10% റവന്യൂ ലൈറ്റിംഗ് മാനുഫാക്ചറിംഗ് ഡിവിഷനിൽ നിന്നാണ് വന്നത്. അവരുടെ ക്ലയൻസ് നമുക്ക് നോക്കാം. ഫിലിപ്സ്, ബജാജ്, സിസ്ക, വിപ്രോ, ഇതൊക്കെ അവരുടെ ക്ലയൻ്റ് ആണെന്നുള്ളത്. പിന്നെ 10% റവന്യൂ FY2024 അവർക്ക് കിട്ടിയിരിക്കുന്നത് ഹോം അപ്ലയൻസസ് എന്നാണ്. അതായത് വാഷിംഗ് മെഷീൻ, അസോസിയേറ്റഡ് ആയിട്ടുള്ള മോട്ടോഴ്സ് ഒക്കെയാണ് അവരുടെ ക്ലയൻസ് അറിയാലോ. പാനസോണിക്, ഹയർ, ഗോദ്രേജ്, ലോയിഡ് ഒക്കെ അവരുടെ ക്ലയൻസ് ആണ്. പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം, അതായത് ടോട്ടൽ റവന്യൂവിൻ്റെ 5% ഈ സെക്യൂരിറ്റി പ്രോഡക്ട്സ് ആണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത്.
CCTV, അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള DVR, ഇത് കൂടുതലും ഗോദ്രേജ്, CP+, ഹൈക്ക് വിഷൻ, HIK വിഷൻ ഒക്കെയുള്ള കമ്പനീസാണ് ഇവരുടെ ക്ലയൻസ് എന്നുള്ളത്. പിന്നെ അവർ പുതിയതായിട്ടുള്ളത് മെഡിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ മെഡിക്കൽ വെയറബിൾസ്, ഹെഡ്ഫോൺസ് പോലത്തെ ഉള്ള കമ്പനികളിൽ ഈ ഹെഡ്ഫോൺസ് പോലത്തെ ആക്സസറീസ് ഉണ്ടാക്കുന്നതാണ്. അതൊന്ന് എമർജിങ് ആയിട്ട് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാൻ പോണത്? ഡിക്സൺ ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് കീ ക്രിട്ടിക്കൽ കമ്പോണൻസ് അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നു. ഇനി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഡിസ്പ്ലേ, ക്യാമറ മോഡ്യൂൾസ്, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് പല കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ, ഷവോമി പോലെയുള്ള കമ്പനിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ജോയിൻറ്റ് വെഞ്ചറായി. അതായത് പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് ഒക്കെ ആയിട്ട് ഇവർ ജോയിൻറ്റ് വെഞ്ചറായി. അതായത് ബാക്ക്വേർഡ് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇനി പുറത്തുനിന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്കാണ് അവർ പോകുന്നതെന്നുള്ള. ഡിക്സണിൻ്റെ ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് മാർജിൻ 3.8%. ഇത് ഇങ്ങനത്തെ രീതിയിൽ മാനുഫാക്ചറിങ്, അതായത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ കൂടെ മാനുഫാക്ചറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 4 കൊല്ലം കൊണ്ട് ഒരു 4 തൊട്ട് 4.5% വരെ ഇവരുടെ മാർജിൻ 3.8-ൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇവർ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ചെയ്ത് മറ്റുള്ള കമ്പോണൻസും ബേസിക് ക്രിട്ടിക്കൽ കമ്പോണൻസും കൂടെ മാനുഫാക്ചർ ചെയ്താൽ ഇത് മറ്റുള്ള അസംബ്ലിംഗ് അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചേഴ്സിനും ഇവർ സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരു ഗുഡ് ന്യൂസ്, ഇവർ ഡിസൈൻ സ്പേസിലും കൂടെ എൻട്രി ചെയ്യുന്നു. At some point of time in future, we can expect a brand made in India, up 100% mobile phone ഫ്രം ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ കമ്പനി നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഇവർ പൈസയൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഒരു മാനുഫാക്ചറിങ് കമ്പനി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പാടാന്നുള്ള. നെറ്റ് ഡെപ്റ്റ് ഇവർക്ക് 203 കോടിയുള്ളൂ, വളരെ നെഗ്ലിജിബിൾ ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 40%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 32%. കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 15,494. മാർക്കറ്റ് ക്യാപ്പ് 93,760 crore. PLI ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ മാർജിൻ എക്സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് 72 ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ലാർജ് ഓപ്പർച്യൂണിറ്റി ഉള്ള സെക്ടറാണ്. അവിടേക്കാണ് ഇവർ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനും കൂടെ വന്ന് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് കൂടെ വന്ന് ഒരു ട്രൂലി ഇന്ത്യൻ കമ്പനിയായി മാറി മാർജിൻ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് ഗവൺമെൻറ് PLI സ്കീം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കതൊരു നെഗറ്റീവായിട്ട് വരും. പക്ഷേ ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇവർ മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതേപോലെ ലാർജ് കോൺട്രാക്റ്റ് വലിയ കമ്പനികളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു എക്സിക്യൂഷൻ റിസ്ക് ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കമ്പനി ഒരു കോൺട്രാക്റ്റ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും റവന്യൂ പ്രോഫിറ്റും കുറയും എന്നുള്ളതാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് 72 PE-യിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ കറക്ഷൻ കൂടുതൽ അതിനെ എഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ 52 വീക്ക് ഹൈ 19,150 ആയിരുന്നു. 52 വീക്ക് ലോ 12,202 ആയിരുന്നു. ഇതൊരു റെക്കമെൻഡേഷനോ എന്താ പറയുക അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് കരുതാതിരിക്കുക. ഇത് അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിൽ മാത്രം ചെയ്യുക. ഓട്ടോ യൂഷണം. ഏതായാലും നമുക്ക് ഡിക്സൺ ടെക്നോളജിയെ സംബന്ധിച്ച് ദ ബ്രാൻഡ് ബിഹൈൻഡ് ദ ബ്രാൻഡ് എന്ന് പറഞ്ഞ നമ്മളൊരു എപ്പിസോഡ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഡിസ്കവറിയിൽ. അതപ്പോൾ കാണാത്തവർ കാണുക. ഇതോടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി അടുത്ത മണിക്കൂറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും.